ഇ- ആ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നവഗ്രഹ സ്തോത്ര ജപത്തിന് 10 ഇരട്ടി ഫലം നൽകുന്ന ഒരു മലയാള മാസമുണ്ട്. അതാണ് മേടമാസം. മേടമാസത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ് നവഗ്രഹങ്ങളെന്ന് നമുക്കറിയാമല്ലോ. 27 നക്ഷത്രങ്ങളാണ് ഉള്ളത് എന്നെല്ലാവർക്കും അറിയാം. ഈ 27 നക്ഷത്രങ്ങളുടെയും പേരാണ് ഒന്ന് പറയാണ്: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയമായില്യം, മകംപൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇതാണ് 27 നക്ഷത്രങ്ങൾ. ഈ 27 നക്ഷത്രങ്ങൾക്ക് 9 നവഗ്രഹങ്ങളെന്ന് പറയുന്ന 9 ഗ്രഹങ്ങൾ ആണ് ഇവരുടെ കൂടെ പ്രത്യേകം പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ വെച്ച് 3 നക്ഷത്രങ്ങൾ വീതം ഓരോ ഗ്രൂപ്പായി തിരിച്ചിട്ട് ആ നക്ഷത്രങ്ങൾക്കൊക്കെ ഓരോ ഗ്രഹമാണ് പ്രീതിയാണ് നമ്മൾ വരുത്തേണ്ടത്. അതായത് ആദ്യത്തേത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവയുടെ ഈ നക്ഷത്രക്കാർ സൂര്യനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അടുത്തതായി രോഹിണി, അത്തം, തിരുവോണം എന്ന നക്ഷത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ ചന്ദ്രഗ്രഹത്തിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. മൂന്നാമതായി മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ചൊവ്വാഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. നാലാമതായി ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർ ബുധഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അഞ്ചാമതായി പുണർതം, വിശാഖം, പൂരിട്ടാതി എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ വ്യാഴഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ആറാമതായി ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ശുക്രൻ എന്ന ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഏഴാമതായി പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർ ശനീശ്വരനെയാണ് ഭജിക്കേണ്ടത്. എട്ടാമതായി തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ രാഹുഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഒമ്പതാമത്തേതായി അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർ കേതുഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഈ നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഈ 9 ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ളതായ ദിവസങ്ങൾ താഴെ പറയുന്നു. അതായത് സൂര്യനാണെങ്കിൽ ഞായറാഴ്ച ദിവസവും, ചന്ദ്രനാണെങ്കിൽ തിങ്കളാഴ്ച ദിവസവും, ചൊവ്വയ്ക്ക് ചൊവ്വാഴ്ച ദിവസവും, ബുധന് ബുധനാഴ്ച ദിവസവും, വ്യാഴഗ്രഹത്തിന് വ്യാഴാഴ്ച ദിവസവും, ശുക്രഗ്രഹത്തിന് വെള്ളിയാഴ്ച ദിവസവും, ശനിഗ്രഹത്തിന് ശനിയാഴ്ച ദിവസവും, രാഹുഗ്രഹത്തിന് ഞായറാഴ്ച ദിവസവും, കേതുഗ്രഹത്തിന് ശനിയാഴ്ച ദിവസവും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ അടുത്തതായിട്ട് ഈ നവഗ്രഹങ്ങളെക്കുറിച്ച് ഉള്ള ഓരോ ഗ്രഹങ്ങൾക്കും ജപിക്കാവുന്ന സ്തോത്രങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ അത് ഞാൻ വീണ്ടും അടുത്തതായി ഇതിന് ശേഷം
ഇനിയൊരു വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോയോ ലോങ് വീഡിയോ ഏതെങ്കിലും ഒന്നായിട്ട് ഇടാൻ പോവുകയാണ്. അധികം താമസിക്കാതെ ഇടും. അതും എല്ലാവരും കാണണം.